വിവരം മണ്ണിൻ്റെ ചോട്ടിലുണ്ടാവുന്നുള്ളതിനെയാണ് GPS സംവിധാനം അവിടെയാണ് പോയിൻ്റ് ചെയ്യുന്നത്. പിന്നെ ആ സ്ഥലത്ത് വിശ്രമിച്ചിട്ടുണ്ട്, കൂടെ വിശ്രമിച്ച് പോകുന്ന ആളുകൾ പറഞ്ഞിട്ടുണ്ട്. അവിടെ 3-4 വണ്ടികൾ ഒരുമിച്ച് വന്നിട്ട് അവിടെ വിശ്രമിച്ച് 2-3 വണ്ടികൾ അവിടുന്ന് പോയി. വേറെ 1-2 വണ്ടി അവിടെ ഉണ്ട്. പിന്നെ പോയി കുറച്ച് സമയത്തിൻ്റെ ഉള്ളിൽ തന്നെയാണ് ഇത് സംഭവിക്കുന്നത്. ആ റൂട്ടിൽ അപ്പോൾ ഉള്ള ഏതോ ഒരു ഡ്രൈവർ എടുത്ത വീഡിയോ ആണ് ഞങ്ങൾക്ക് കിട്ടിയത്. അപ്പം അതിൻ്റെ 10 മീറ്ററോളം ഉയരത്തിൽ മണ്ണ് വീണുണ്ട് എന്ന് പറഞ്ഞ്. പക്ഷേ അപ്പുറത്ത് മലേൻ്റെ ചെരുവിലൊരു വീടും കടയും കൂടെ ഉണ്ടായിനി. അതിൻ്റെ അടുത്ത് ഒരു വണ്ടി, 2 ടാങ്കർ ലോറിയും 6-7 ആളുകളുണ്ട്. അവിടെ മാത്രമായി പോയി ശ്രദ്ധ വന്നത്. അവിടെ മാത്രം ശ്രദ്ധിച്ച് അത് വാർത്തയിൽ വന്ന് 7 ആൾ കുടുങ്ങി കിടക്കുന്നതെന്ന് ആളുകളെ പുറത്തെടുത്ത് ഇതിലേക്ക് ശ്രദ്ധ വന്നില്ല. പിന്നെ ഞങ്ങൾ അന്ന് തന്നെ അവിടെ പോലീസിൽ രാത്രി അവിടെ അങ്കോള പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചപ്പോൾ ഒരു പറഞ്ഞ് 2 മണിക്ക് ഇവിടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ വല്ല FIR ഒന്നും ചെയ്തില്ല. അങ്ങനെ ചെയ്തെങ്കിലല്ലേ നമ്മൾ അന്വേഷണത്തിന് സർക്കാർ. ഞങ്ങൾ രാവിലെ തൊട്ടേ വിളിക്കുന്നുണ്ട്. 9:45 മുതൽക്ക് 16-ാം തീയതി ഉറങ്ങുന്നൊരു സമയം വിട്ടിട്ട് ഞങ്ങൾ അവനെ വിളിക്കുന്നുണ്ട്. പിന്നെ ആ സമയത്ത് നിങ്ങൾ പോലീസിന് പരാതിപ്പെടുന്നുണ്ട്? ഇല്ല, ഉറങ്ങുമായിരിക്കും വിചാരിച്ച്. ഉറങ്ങുമ്പോൾ അല്ലെങ്കിൽ അപകട വിവരം നിങ്ങൾ അറിയുന്നത് എപ്പോഴാണ്? 1 മണിക്ക്. അത് അവൻ്റെ സുഹൃത്ത് വിളിച്ചാണ്. അമ്മ അർജുൻ വിളിച്ചു ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു വിളിച്ചിട്ടില്ല. പിന്നെ അമ്മ പേടിക്കണ്ട, അവൻ വരുന്ന വഴിയിൽ ഒരു അപകടം നടന്നിട്ടുണ്ട്. ആ അപകടമുള്ള സ്ഥലത്തിൻ്റെ അപ്പുറമാണ് അർജുനെങ്കിൽ അവൻ വരാൻ 2-3 ദിവസം വൈകും. ഇപ്പുറം കടന്നു പോയിട്ടുണ്ടെങ്കിൽ അവൻ സാധാ പോലെ ഇടവണ്ണയ്ക്കുള്ള ലോഡാണുള്ളത്. അതും കൊണ്ട് അവൻ വേഗം എത്തുന്നു. മരം കയറ്റി വരിക. സുഹൃത്തുക്കളൊക്കെ വിളിച്ചത് എപ്പോഴാണ്? 3:30 വരെ. സുഹൃത്തും മുതലാളി ഒരു ഉറങ്ങിപ്പോകാതൊക്കെ പല ലൈനിലും വല്ല 2-3 വണ്ടി ഓടും. അപ്പം മുതലാളി ഇവരങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചും കൊണ്ട് വണ്ടി ഓട്ടും. അപ്പം 3:30 ആയപ്പോൾ മുതലാളി അർജുൻ ഉറങ്ങിക്കോ, എന്നിട്ട് ഉറങ്ങിയിട്ട് പോയാൽ മതി പറഞ്ഞപ്പോൾ അർജുൻ പറഞ്ഞു 15-ന് പുലർച്ചെ 16-ന് പുലർച്ചെ. അപ്പം അർജുൻ പറഞ്ഞ 2 മണിക്കൂറും കൂടി ഓട്ടിയിട്ട് പകൽ ഉറങ്ങിക്കോളാം, രാത്രി വണ്ടി എടുക്കാം. അങ്ങനെ ഒരു വിശ്രമിക്കുന്ന ഒരു സ്ഥലത്താണ്. അവിടെ ഭക്ഷണം കഴിക്കും, ചെറിയൊരു കടയും വീടും കൂടിയാണ്. അവിടെ കുറേ വണ്ടികളൊക്കെ നിർത്തിയിടും. അപ്പോൾ റോഡിൻ്റെ മലേൻ്റെ സൈഡിലാണ് കട ഉണ്ടായിനെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അവിടെ ഉള്ള 6-7 ആളുകളും അവിടുത്തെ 2-3 വണ്ടികളുമാണ് ആദ്യം ശ്രദ്ധയപ്പെട്ടത്. മറ്റൊരു ദൃശ്സാക്ഷി ഈ ഭാഗത്ത് വണ്ടികളുണ്ട് മണ്ണിൻ്റെ അടിയിൽ എന്ന് പറഞ്ഞാൽ ആരും ശ്രദ്ധിച്ചില്ല. ഇന്നലെ വന്നിട്ടേ ഉള്ളൂ. ഇന്നലെയും മെനയാന്നും കൂടി വണ്ടിയും ഒരാളെയും കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിൽ വണ്ടികൾ വേറെ ഉണ്ട്. അത് സേഫാണ്. അർജുന് വണ്ടീൻ്റെ ഉള്ളിലാണെങ്കിൽ സേഫാണ്. എന്തെങ്കിലും അപകടം സംഭവിക്കുമ്പോൾ തന്നെ ലോക്കാവും. പിന്നെ ഉള്ളിലൊന്നും പേടിക്കാനില്ല. അതുമ്പോൾ സമയം വൈകരുത്, എത്രയും പെട്ടെന്ന്. ഒരു ഭയം ഉണ്ടാവില്ല എന്തായാലും. സ്ഥിതി മോശമാണ്. എന്താ വെച്ചാൽ അവിടെ നമ്മൾ സ്റ്റേഷനിൽ ഇങ്ങനെയൊരു സംഭവം നടക്കുകയും ഇത്രയും ആളുകളൊക്കെ നഷ്ടപ്പെടുകയും ചെയ്തിട്ട് പിന്നെ 2 മണിക്ക് അവിടെ മുതലാളി വിളിച്ചിട്ട് പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുകയും ചെയ്തിട്ട് FIR ഇടാൻ തയ്യാറായില്ല. എന്നാൽ ഇല്ല, ഇൻഫോം ചെയ്ത കണക്കിന് അന്വേഷണമെങ്കിലും വേണ്ടി മിസ്സിംഗ് കേസ് അന്വേഷിക്കണ്ടേ. വണ്ടികൾ അവിടെ അന്വേഷിച്ചിട്ടും കിട്ടുന്നില്ല. എല്ലാ ഭാഗത്തുള്ള ഡ്രൈവർമാരെ വിളിച്ച് അന്വേഷിച്ചിട്ടും ഞങ്ങൾ പലതരത്തിലൊക്കെ ചെയ്തിട്ടും വണ്ടി അറിയാൻ പറ്റില്ല. GPS അവിടെ തന്നെ നിൽക്കുകയും ചെയ്യുന്നു. എത്രയും പെട്ടെന്ന് മോനെ പുറലോകത്തേക്ക് എത്തിക്കാം. ഒരു ഇരുട്ടിൽ നിൽക്കുകയല്ലേ ഇപ്പോൾ എന്തായാലും. ഇന്നലെ രാത്രി വരെ എൻജിൻ ഓണാണ്. ഇന്ന് രാവിലെ പെങ്ങളെ മോൻ വിളിച്ചപ്പോൾ ഫുള്ള് റിങ് അടിച്ച് ഫോൺ ഓഫായിപ്പോയി. അപ്പോൾ എടുക്കാനെന്തോ ശ്രമിക്കുന്നുണ്ടാവും. ഇന്നലെ രാവിലെ എൻ്റെ വൈഫിനെ വിളിച്ച സമയത്തും ഫോണൊന്ന് ഓണായി ഓഫായിപ്പോയി. പിന്നെ ജിയോന്ന് കിട്ടുന്നില്ല, വോഡാഫോൺ നിന്നാണ് കിട്ടിയത്. അർജുൻ മണ്ണിനടിയിൽപ്പെട്ടിട്ട് ഇന്നേക്ക് 4-ാം ദിവസമാണ്. രക്ഷാപ്രവർത്തനം വൈകുന്നത് കൊണ്ട് മാത്രമാണ് അവന് അങ്ങനെ ഇരുട്ടത്ത് അല്ലെങ്കിൽ മണ്ണിനടിയിൽ നിൽക്കേണ്ടി വരുന്ന സാഹചര്യമുള്ളതെന്നാണ് ബന്ധുക്കൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് സംസ്ഥാന സർക്കാരോ അല്ലെങ്കിൽ അത്തരം ഇടപെടൽ അടിയന്തരമായി ഉണ്ടായി അർജുനെ ജീവനോടെ പുറത്തെത്തിക്കണം എന്നുള്ളൊരു ആവശ്യമാണ് കുടുംബം ഉന്നയിക്കുന്നത്. ജോമനൊപ്പം മുഹമ്മദ് ഷഹീദ്, മാതൃഭൂമി ന്യൂസ്.